ദേശാടന പക്ഷികളെ കണ്ടിട്ടില്ലേ? അവർ വെറുതെ ഒരു രസത്തിന് സഞ്ചരിക്കുന്നതല്ല. അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥയ്ക്കനുസരിച്ചിട്ടാണ് അവർ സഞ്ചരിക്കുന്നത്. ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള കാലാവസ്ഥയ്ക്കനുസരിച്ചിട്ടാണ് ആ സഞ്ചാരം. അവർ പ്രകൃതിയുടെ കോപതാപാവസ്ഥയിൽ നിന്നും ഏറ്റവും സേഫായിട്ടുള്ള ഇടങ്ങളെ തേടുകയാണ്. ഇത് നമ്മളും കണ്ടുപഠിക്കണം. ഇനി വരാനിരിക്കുന്ന മഴക്കാലം ഒരു ദുരന്തകാലമാവാതിരിക്കാനായിട്ട് നമ്മളും ഈ പക്ഷികളെയും ജീവികളെയും എല്ലാം കണ്ട് പഠിക്കണം. ജാഗ്രതയോട് കൂടിയിട്ട് ജീവിക്കണം. നമ്മളും മക്കളും ഈ പ്രകൃതിയെ പഠിക്കാനായിട്ട് ശ്രമിക്കണം. ആ പ്രകൃതിയുടെ സ്വഭാവത്തെ പഠിക്കാതിരിക്കുന്നതാണ് ദുരന്തങ്ങൾക്ക് കാരണം. രക്ഷാപ്രവർത്തനങ്ങളോ ദുരന്ത നിവാരണ സമിതികളോ അല്ല നമ്മൾ രൂപീകരിക്കേണ്ടത്. സർവ്വ ദുരന്ത സാഹചര്യങ്ങളിൽ നിന്നും സുരക്ഷിതമായിട്ട് മാറി നിൽക്കുവാൻ നമ്മൾ പഠിക്കണം. അതിനായിട്ട് ഈ പ്രകൃതിയെ പഠിക്കുക തന്നെ വേണം, മറ്റെല്ലാ ജീവജാലങ്ങളെയും പോലെ. ഈ വർഷമെങ്കിലും മരണം വിതയ്ക്കാൻ സാധ്യതയുള്ള ദുരന്ത മുഖങ്ങളിൽ നിന്ന് നമ്മൾ സുരക്ഷിതമായിട്ട് മാറി നിൽക്കുക. അല്ലാതെ അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യവും ഇല്ല. മതങ്ങൾ പറയുന്ന ഒരു ദൈവവും നമ്മളെ രക്ഷിക്കാനായിട്ട് അവിടെ വരില്ല എന്ന് അറിയണം.